ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് റമളാൻ അല്ലേ? ഫസ്റ്റ് റമളാന്, അതോടൊപ്പം എനിക്ക് രണ്ടാമത്തെ നോമ്പും. അൽഹംദുലില്ലാ, റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ചെറിയ രീതിയിൽ നമുക്കൊരു റമളാൻ മെഡിറ്റേഷനിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റി, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്റെ ഈ റെക്കോർഡ് കേൾക്കുന്ന ഓരോരുത്തരും മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ലൈവിൽ വരാൻ വേണ്ടി നോക്കുക. പ്രത്യേകിച്ചിട്ട് ഈ ഒരു റമളാൻ മാസത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഇതൊരു വർക്ക്ഷോപ്പ് ആവുമ്പോൾ നിങ്ങളും കൂടി ഇവിടെ ഇടപെടുന്ന രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഈ ഒരു ജേണി മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മനോഹരായിരിക്കും. അള്ളാഹു അതിനെ തോഫിക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവ് ആക്കാൻ നോക്കുക. ഒരു ദിവസത്തിൽ ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി, ഫോർവേഡ് അല്ല, നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളോ അവസ്ഥകളോ നിങ്ങൾക്ക് കിട്ടിയ ടേക്ക് അവേസോ എന്തുമാവാം, നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തുകൊണ്ട് പരസ്പരം സ്നേഹബന്ധങ്ങൾ മുറുകി പിടിക്കാൻ വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപകാരപ്പെടണം. ആ രീതിയിൽ നിങ്ങൾ അതിനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഈ റമലാൻ എന്ന് പറയുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റമലാൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ നമ്മളുടെ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു റമലാൻ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെട്ട ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾക്ക് ഈ ഒരു റമലാൻ എന്ന് പറയുമ്പോൾ, ഈ ഒരു റമലാനല്ല ഏതൊരു റമലാൻ എന്ന് പറയുമ്പോഴും, നോമ്പ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ചിന്ത എന്താണ്? നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കും? നമ്മുടെ കൊച്ചുമക്കൾ പോലും ചോദിക്കും, എന്താണ് ഉമ്മ ഇന്ന് സ്പെഷ്യൽ എന്ന്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും എന്താണ് ഉമ്മ സ്പെഷ്യൽ എന്ന് ചോദിക്കാത്ത നമ്മുടെ പുന്നാര മക്കൾ പോലും എന്താണ് ഉമ്മ ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ നോമ്പ് തുറയുടെ ഒരവസ്ഥയിലേക്ക്, ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായ വിഭവങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, നോമ്പെന്ന് പറയുമ്പോൾ മനോഹരമായ ഫുഡിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. സത്യത്തിൽ നോമ്പെന്ന് പറഞ്ഞാൽ ഫുഡിനെ ഒഴിവാക്കേണ്ട, അന്നപാനീയങ്ങൾ ഒഴിവാക്കേണ്ട, അന്നപാനീയങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിലേക്ക് വരുന്നതും, ഏറ്റവും കൂടുതൽ വിഭവസമൃദ്ധമായ ഭക്ഷണ സാമഗ്രികൾ ഒരുക്കുന്നതും, ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാം നല്ല രീതിയിൽ കൈവരിക്കുന്നതുമായ ഒരു മാസമായിട്ടാണ് നമുക്ക് റമദാനെ കാണപ്പെടുന്നത്. ശരിക്കും ഈ റമദാനിൽ വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളുടെ ഭക്ഷണ ടേബിളിൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ടേബിളിൽ ഈ ഒരു റമദാൻ മാസത്തിൽ വന്ന് നിറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സമൃദ്ധിയാണ്, നമുക്ക് അഭിവൃദ്ധിയാണ്, നമുക്ക് വളർച്ചയാണ്. ആ ഒരു മാസത്തിൽ എല്ലാ മാസത്തിലും ഉള്ളതിനേക്കാളും അല്പം മെച്ചപ്പെട്ട്, അല്പം മനോഹരിതമായി, അല്പം കൂടി ഉള്ളതിൽ വെച്ചിട്ട് ഇതുവരെ ഈ ബാക്കി 11 മാസത്തിൽ കഴിച്ചതിനേക്കാളും അല്പം ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എത്ര വലിയ കഴിവുള്ളവരായിക്കോട്ടെ, തീരെ പാവപ്പെട്ടവരായിക്കോട്ടെ, ഏത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ കഴിവിന്റെ അളവനുസരിച്ചിട്ട്, അവരിന്റെ സ്രോതസ്സിനനുസരിച്ചിട്ട് കഴിഞ്ഞ 11 മാസത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വിഭവങ്ങളായിരിക്കാം നാം നമ്മുടെ ടേബിളിൽ ഒരുക്കി വെക്കുന്നുള്ളത്, അല്ലെ? വിഭവസമൃദ്ധിയായ പല വിഭവങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ലെങ്കിൽ പോലും ഉണ്ടാക്കുന്ന ഒരു വിഭവം അതെന്തായിരിക്കാം? വളരെ കേമമായതായിരിക്കാം, വളരെ മെച്ചപ്പെട്ടതായിരിക്കാം. എത്രയോ നാടുകളിലൊന്നും ഇല്ലാത്തതിനും അപ്പുറത്തെ ഡിഫറൻ്റ് ആയ ഒരു മേഖല, ഒരു തലത്തിലായിരിക്കാം നമ്മൾ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുമ്പോൾ, ആ ഭക്ഷണ സാമഗ്രികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടായത് എന്താണ്? ഒരു അഭിവൃദ്ധിയാണ്, അല്ലെ? നമുക്കൊരു പുരോഗമനമാണ് ഉണ്ടായത്. നമുക്ക് ഈ 11 മാസത്തിലും ഇല്ലാത്ത ഒരു പുരോഗമനം നമുക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ആന്തരികമായ, നമ്മളുടെ പിന്നെ
സ്പിരിച്വലായ ആ ഒരു തലത്തിൽ നമ്മൾ കണക്ഷൻ വെക്കേണ്ടത്. ഈ സ്പിരിച്വൽ തലത്തിൽ നമുക്ക് നമ്മളുടെ ഇത്രയും ദിവസം ഈ 11 മാസവും നമ്മൾ ചെയ്ത ഇബാദത്തല്ല ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളത്, അല്ലെ? ആ 11 മാസത്തിൽ ചെയ്തതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തറാവീഹ് നിസ്കാരം നമുക്ക് വരുന്നുണ്ട്, അല്ലെ? ആ തറാവീഹ് നിസ്കാരം സുന്നത്താണെങ്കിൽ പോലും ഫർളിന്റെ അതേ ഒരു പ്രതിഫലത്തോട് കൂടിയിട്ട് നമുക്ക് ഫർളെന്ന് പറയാതെ, പക്ഷെ അത് ഫർളിന്റെ അതേ അതേ ഗണത്തിൽ പെടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു തറാവീഹിനെ പോലും ഈ റമദാനിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റമദാനില് നമുക്ക് അഭിവൃദ്ധി എന്ന് പറയുന്നത് വെറും ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മുടെ ധ്യാന കർമ്മങ്ങളിലും കൂടി നമുക്ക് അഭിവൃദ്ധിയാണ്. നമുക്കറിയാൻ പറ്റും റമദാനിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് മറ്റു ദിവസങ്ങളിൽ ചെല്ലുന്ന ഔറാദുകളല്ല, പകരം നമുക്ക് റമദാനിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയ ഔറാദുകളാണ്, ഡിഫറൻ്റ് ആയ ദിക്റുകളാണ് നമുക്ക് റമദാനിൽ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റു ദിവസങ്ങളിൽ നമ്മൾ അന്നപാനീയങ്ങൾ നടത്തിയാൽ ഉള്ള ദിക്റുകൾ അല്ല നമ്മൾ റമദാനിലെ ഒരു ഭക്ഷണ ശേഷം നമ്മൾ ചെല്ലാനുള്ള ദിക്ർ. നമ്മുടെ നോമ്പ് തുറന്നാൽ ഉടനെ നമ്മൾ ചെല്ലാനുള്ള ദിക്റുകൾ എന്താണ്? സാധാരണ നമ്മളൊരു വെള്ളം കുടിച്ചാലോ സാധാരണ നമ്മളൊരു ഈത്തപ്പഴം കഴിച്ചാലോ ചെല്ലുന്നതാണോ? അല്ല. പകരം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ ഇത്, കാരക്ക കൊണ്ട് നോമ്പ് തുറന്നാൽ ഇത്, വെള്ളം കൊണ്ട് നോമ്പ് തുറന്നാൽ ഇത് എന്ന് പറഞ്ഞ് ഡിഫറെന്റ് ഐറ്റമിൽ ഡിഫറെന്റ് ദുവ വെച്ചുകൊണ്ട് ഓരോന്നിനും ഡിഫറെന്റ് ആയി റബ്ബ് സുബ്ഹാനഹു വ തആല കാഴ്ച വെച്ചുകൊണ്ട് നമ്മളിലേക്ക് ഈ റമദാൻ എത്തുന്നു. ഇനി നമ്മൾ നോർമലി എല്ലാ ദിവസവും കഴിക്കുന്ന പോലത്തെ ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ അത്താഴത്ത് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? ആ അത്താഴത്ത് നമ്മൾ ഫുഡ് കഴിച്ചാൽ എല്ലാ ദിവസവും ഭക്ഷണ ശേഷം നമ്മൾക്ക് ചെല്ലാനുള്ള ദുവ എന്താണോ ആ ദുവ ആണോ നമുക്ക് അത്താഴ ശേഷം ചെല്ലാനുള്ളത്? അല്ല. അത്താഴ ശേഷം ചെല്ലാനുള്ള ദുവ നമുക്ക് വേറെയാണ്. ആ ദുവ എല്ലാ ദിവസവും ഭക്ഷണ ശേഷം ഒരു പ്രാവശ്യമാണ് നമ്മൾ ചെല്ലുന്ന ദുവ ആണെങ്കിൽ അത്താഴ ശേഷം നമ്മൾ ചെല്ലാനുള്ള ദുവ ഒന്നാണോ? അല്ല. ഒരൊറ്റ ദുവ 7 തവണ. ഇതിന്റെ എല്ലാം പിന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തോ ഒരു സംഭവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ലേ? ഇല്ലേ? നമ്മൾ നമ്മുടെ വായെ കൊണ്ട് ആ ദിക്റുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ വെറും അത് ദിക്റുകൾ ചെല്ലുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കടലിന്റെ ഉപരിതലത്തിലൂടെയുള്ള സഞ്ചാരം മാത്രമായിരിക്കും. പക്ഷേ ആ കടലിന്റെ ഉപരിതലത്തിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അപ്പുറത്തേക്ക്, ആ കടലിന്റെ ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ പോയാൽ, ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്കവിടെ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും മാണിക്യങ്ങളും എല്ലാം നമുക്ക് കണ്ട് അപ്- ആ, കാണാൻ പറ്റുന്നത് പോലെ നമ്മളുടെ ഈ റമദാൻ എന്ന് പറയുന്ന ഉപരിതലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അത്താഴശേഷം 7 പ്രാവശ്യം ചെല്ലാനുണ്ട്, നോമ്പ് തുറന്നാൽ എന്നത് ചെല്ലാനുണ്ട്, ഖുർആൻ നമുക്ക് കൂടുതൽ വരണം, ദിക്റുകൾ നമുക്ക് കൂടുതൽ ചെല്ലണം എന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതങ്ങട്ട് മുറ പോലെ നമ്മൾ തെറ്റാതെ പോകുന്നുണ്ട്. ആ മുറ പോലെ നമ്മൾ അതങ്ങോട്ട് തെറ്റാതെ പോകുന്നുണ്ടെങ്കിലും അത് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ കപ്പൽ സഞ്ചരിക്കുന്ന പോലെയാണ്, സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു തോണി സഞ്ചരിക്കുന്ന പോലെയാണ്, അല്ലാതെ ഒരിക്കലും ആ ആഴക്കടലിലേക്ക് പോകുന്നില്ല. ആ ആഴക്കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഓരോ ദിക്റുകളുടെയും ഓരോ ഔറാദുകളുടെയും ഡീപ്പ് വശത്തിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. ആ ഡീപ്പിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു യഥാർത്ഥമായ ആസ്വാദനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ യഥാർത്ഥമായ ആസ്വാദനം നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ, ഈ വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ നമ്മൾ നോമ്പ് നോറ്റിരിക്കുമ്പോൾ ഈ വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അത് ആ ടാബ്ലിൽ നിർത്തി നമ്മുടെ കണ്ണുകളിലൂടെ അത് കാണുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിന്റെ ഭംഗിയും ആ ഭക്ഷണ പദാർത്ഥം അലങ്കരിച്ച സ്റ്റൈലും ആ ഭക്ഷണ പദാർത്ഥത്തിന്റെ കളറും എല്ലാം കണ്ട് നമുക്ക് ആനന്ദമുണ്ടാവുന്നുവെങ്കിൽ അതിന്റെ യഥാർത്ഥമായ ടേസ്റ്റ് നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല. അതിന്റെ യഥാർത്ഥമായ ടേസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ ആ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് മുറിച്ച് ആ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ വായിലേക്ക് വെച്ചിട്ടാവണം. ആ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നമ്മുടെ വായിലേക്ക് വെച്ചാൽ മാത്രമേ അതിന്റെ യഥാർത്ഥമായ രുചി നമുക്ക് അറിയുന്നുള്ളൂ. കാണാൻ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വായിലേക്ക് വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ആ രുചി എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരേ ഭക്ഷണ പദാർത്ഥം നമ്മുടെ ടേബിളിന്റെ മുന്നിൽ 5 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 5 ആൾക്കും കിട്ടുക ഡിഫറെന്റ് രുചിയായിരിക്കാം. ഒരാൾക്കത് നല്ല ഇഷ്ടാവും, ഒരാൾക്കത് തീരെ ഇഷ്ടാവില്ല, ഒരാൾക്കത് കൊള്ളാമെന്നുള്ളതാവും. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തമാശ പോലെ പറയുന്നത് ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് തന്നെ കിട്ടിയല്ലോ എന്ന്. അപ്പൊ ആ
ആ ഒരു സംഭവം അവിടെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ സ്പിരിച്വൽ തലത്തിലേക്ക് കണക്ഷൻ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ പകൽ സമയത്ത് നമ്മൾ ദിക്റുകൾ ചൊല്ലി, ഔറാദുകൾ ചൊല്ലി, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്ത് നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ആ നോമ്പെടുത്തതിന്റെ ആനന്ദം എന്താണെന്നോ, യഥാർത്ഥമായി ആ നോമ്പിന്റെ രുചി എന്താണെന്നോ എനിക്കും നിങ്ങൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ യഥാർത്ഥമായ രുചി എന്താണ് എന്ന് നമുക്കറിയുമ്പോൾ, യഥാർത്ഥമായി ആ രുചി എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മുടെ നോമ്പിന്റെ തലം അങ്ങോട്ട് നമുക്ക് മാറും. ആ മാറിയ തലത്തിലൂടെ നമുക്ക് നോ നോമ്പെടുക്കാൻ നമുക്ക് പറ്റണം. ആ മാറിയ തലത്തിലൂടെ നാം നമ്മളുടെ നോമ്പിലേക്ക് മാറുമ്പോൾ, ആ മാറിയ തലത്തിലൂടെ നാം നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമ്പോൾ മാത്രമായിരിക്കാം നമ്മുടെ നോമ്പിന്റെ യഥാർത്ഥമായ സത്ത നമ്മളിലേക്ക് അറിയുള്ളൂ. ഏതുപോലെ നമ്മൾ വിഭവസമൃദ്ധമായ ആ പലഹാരങ്ങൾ അവിടെ ഉണ്ടാക്കുമ്പോൾ, അത്രയും മനോഹരമായ ആ പലഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പിന്റെ ടേസ്റ്റ് നോക്കാൻ, അതിലേക്ക് ഉപ്പ് തികഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റാത്തതുപോലെ, അത് പിന്നീട് നോമ്പ് മുറിച്ചതിന് ശേഷം നാം ആ പലഹാരം കഴിച്ചു നോക്കുമ്പോൾ അല്പം ഉപ്പ് കൂടുതലാണോ അല്ലെങ്കിൽ അല്പം ഉപ്പ് കുറവാണോ, ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ആ ഒരു പലഹാരത്തിന് വരുന്നുള്ളത് എപ്പോഴാണ്? നമ്മൾ ആ നോമ്പ് മുറിച്ച് ആ ഭക്ഷണ പദാർത്ഥം നമ്മൾ രുചിക്കുമ്പോൾ മാത്രമാണ്. അതേപോലെ നാം ഇവിടെ നോറ്റിരിക്കുന്ന ആ നോമ്പ് ഫുള്ളാണോ? ആ നോമ്പിലേക്ക് ഫുള്ളായി നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ടോ? അതിന്റെ എല്ലാ വശവും ഓക്കെ ആണോ? അതിന്റെ എല്ലാ വശവും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മൾ നമ്മുടെ റബ്ബിന്റെ കോടതിയിലേക്ക്, നമ്മൾ നമ്മുടെ ഈ സോളും നമ്മുടെ ഈ ബോഡിയിലുള്ള ഈ ജീവനുമായി കണക്ഷൻ വിച്ഛേദിച്ച് നാളെ നമ്മൾ നമ്മുടെ പാരത്രിക ലോകത്തിലേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും യഥാർത്ഥമായ നാം അനുഭവിച്ച, യഥാർത്ഥമായും നാം ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ച ഈ വിഭവത്തിന്റെ യഥാർത്ഥ രുചി ഇതിലേക്ക് സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ചേർക്കേണ്ട ഉപ്പ് പാകത്തിനാണോ? ഇതിൽ ചേർക്കേണ്ട പഞ്ചസാര പാകത്തിനാണോ? എല്ലാം പാകത്തിനായിട്ട് ഞാനും നിങ്ങളും ഇന്ന് നോറ്റിരിക്കുന്ന ഈ റമദാൻ മാസത്തില് നമ്മുടെ ഈ ഒരു നോമ്പിന്റെ എല്ലാ വശവും നമുക്ക് പൂർണ്ണതയിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഓക്കെയാണ്. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, ഓക്കെയാണ്. നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷേ എല്ലാം അതിന്റെ അളവിൽ കണക്കാണോ? എല്ലാം അതിന്റെ നേരായ സത്തയിലാണോ? എല്ലാം അതിന്റെ പൂർണ്ണതയിലാണോ എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നാളെ നാം നമ്മളുടെ റബ്ബിന്റെ ആ കോടതിയിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് രുചിക്കാൻ വേണ്ടി പറ്റൂ. ഇന്നുണ്ടാക്കിയ നമ്മുടെ ഭക്ഷണ പദാർത്ഥം നമുക്ക് മഹരിബോട് കൂടി നമുക്ക് രുചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതുവരെ നമ്മളെ കാത്തിരിക്കണം, ഏതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, അല്ലെ? ആ ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ആ ഒരവസരത്തിലേക്ക് എത്തിയാൽ അതിനെ വീണ്ടും റിക്കവർ ചെയ്യാനോ വീണ്ടും പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ശൂന്യതയിലല്ലാതിരിക്കാൻ, അത് സീറോയിലാവാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും ഏതൊക്കെ മേഖല ശ്രദ്ധിച്ചു കൊണ്ടാണോ നമ്മുടെ ഈ നോമ്പിനെ വരവേൽക്കേണ്ടത്, ആ മേഖലകൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. അതിലുപരി ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് ഞാൻ എന്നോട് തന്നെ ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഈ ഒരു ദിവസത്തെ, ഓരോ ദിവസത്തെ നോമ്പിനെയും അത് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, റബ്ബിന്റെ ആ ഒരു പൂർണ്ണമായ തൃപ്തിയിലേക്ക് ആയിക്കൊണ്ട് നമുക്ക് ഏവർക്കും ആ നോമ്പിനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഒരു സമയത്ത് ദുആ ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മനസ്സ് കാണുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥകൾ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ അറിയുന്നവരെയൊക്കെ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സന്നദ്ധയാവുക. പ്രത്യേകിച്ചും ഒരു റമദാൻ മാസത്തിൽ ആ ഒരു റിക്വസ്റ്റ് ഞങ്ങളോട് വീണ്ടും നടത്തുകയാണ്. റെക്കോർഡ് കേൾക്കുന്നവരായിക്കോട്ടെ, ലൈവിൽ വരാൻ നോക്കുക. ലൈവിൽ വന്നവർ നിങ്ങൾക്കറിയണം ഓരോരുത്തരെയും, നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് നിങ്ങൾ ആ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഒന്നും കൂടി നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് സെൻഡ് ചെയ്യാം. ഓരോരുത്തരിലേക്കും ആ ലിങ്കിനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും
അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിലുള്ളവരെയൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങളാൽ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമായി അത് മാറട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി